ദേവഗുരുവും സർവേശ്വര കാരകനുമായ വ്യാഴം 2025 മെയ് മാസം 14 ബുധനാഴ്ച രാത്രി 10:36 ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നത് ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ്. മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് 2025 മെയ് 14 നടക്കുന്ന വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് ജന്മരാശിയിലേക്കാണ് മാറുന്നത്. 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ സന്താനങ്ങളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ വന്നെത്തും. സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ആഗ്രഹം സഫലമാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും. വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയും. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ്. വിവാഹിതർക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ കുറയുകയും പരസ്പര വിശ്വാസം മെച്ചപ്പെടുകയും ചെയ്യും. ലാഭകരമായ ബിസിനസ് വികസനത്തിനുള്ള സാധ്യതകൾ തെളിയും. സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും. സാമ്പത്തിക നില മെച്ചപ്പെടുകയും സാമൂഹിക പുരോഗതി വർദ്ധിക്കുകയും ചെയ്യും. മതപരമായ പ്രവർത്തനങ്ങളിൽ നേട്ടം കൈവരിക്കും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. ആശങ്കകൾ അകലുന്നതാണ്. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള തോന്നലുകൾ ഉണ്ടാകുന്നതാണ്. അന്യദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. പാഴ്ചെലവുകൾ വർദ്ധിക്കും. വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം. വിദ്യാർത്ഥികൾക്ക് അന്യനാട്ടിൽ പഠനം, തൊഴിൽ എന്നിവയ്ക്കും സാധ്യതയുണ്ട്. ഏജൻസികൾ വഴി നേട്ടമുണ്ടാകും. ദിവസവേതനക്കാർ, വഴിവാണിഭക്കാർ തുടങ്ങിയവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. ദമ്പതിമാർക്ക് ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. വസ്തുതർക്കങ്ങൾ ചിലപ്പോൾ വ്യവഹാരത്തിൽ കലാശിച്ചേക്കും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.